കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച സമയം. അന്ന് UDF-നും RMPയ്ക്കും കെ ശൈലജയെ നേരിടാൻ മുരളീധരൻ അല്ലാതെ മറ്റൊരു പേര് സങ്കല്പിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. കാര്യങ്ങൾ മാറിമറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് നിയോഗിക്കപ്പെടുന്നു. ആരും പ്രതീക്ഷിക്കാതെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തുന്നു. പക്ഷേ മുസ്ലിം ലീഗും RMPയുമെല്ലാം ഈ ഒരു നീക്കത്തിൽ അസംതൃപ്തരായിരുന്നു. മാത്രമല്ല ആശങ്കയും കൂടിയിരുന്നു. പക്ഷേ വടകരയിൽ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ ആ ഒരു ദിവസം അന്ന് വരെ കാണാത്ത ജനക്കൂട്ടമായിരുന്നു വടകരയിൽ തടിച്ചുകൂടിയത്. അതങ്ങ് പുതിയ സ്റ്റാൻഡ് മുതൽ പഴയ സ്റ്റാൻഡ് വരെ ജനസാഗരം തന്നെയായിരുന്നു. എല്ലാ ആശങ്കകളും അതൃപ്തികളും അണികളുടെ ആവേശത്തിൽ ഇല്ലാതെയായി എന്ന് പറയുന്നതാകും ശരി. വിജയത്തിലേക്ക് അന്ന് തന്നെ ഷാഫി പറമ്പിൽ ചുവട് വെച്ചിരുന്നു. വടകരയിലെ പോരാട്ടത്തെ പിന്നീട് ആവേശഭരിതമാക്കിയതും UDF നിരയെ ഒന്നടങ്കം ഉണർത്തിയതും ഈ സ്ഥാനാർത്ഥി മാറ്റം തന്നെയായിരുന്നു. വടകരയിൽ ഇത് വലിയ വിജയം കണ്ടപ്പോൾ തൃശ്ശൂരിൽ പാളിപ്പോയെന്നൊരു സങ്കടമാണ് വടകരയിലെ UDF ക്യാമ്പിനെ പോലും ആശങ്കയിലാക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭാ അംഗമാകുന്നതോടെ പാലക്കാട്ടെ രാഷ്ട്രീയ ചർച്ച നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് വഴിമാറുന്നത്. അതെ, വീണ്ടും ത്രികോണ പോരിനൊരുങ്ങുകയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് എത്തിയതോടെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് നേടിയ വിജയം നിലനിർത്തുക എന്നതാകും കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. കഴിഞ്ഞ 2 തവണയും 3ാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലമാണ് പാലക്കാടെങ്കിലും മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയാണെങ്കിൽ നില മെച്ചപ്പെടുത്താനാകുമെന്ന ഒരു പ്രതീക്ഷ CPM-നുണ്ട്. ഷാഫി പറമ്പിൽ ഇല്ലാത്ത പാലക്കാട്ട് കാര്യങ്ങൾ എളുപ്പമായിരിക്കുമെന്ന ചിന്ത BJP വൃത്തങ്ങളിലുമുണ്ട്. തുടർച്ചയായി 3ാം തവണയാണ് ഷാഫി പറമ്പിൽ പാലക്കാട്ട് നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തിയത്. മുൻ മന്ത്രി CM സുന്ദരവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കെ ശങ്കരനാരായണനും ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്ത പാലക്കാട് മണ്ഡലം പിന്നീട് UDF-നു വേണ്ടി തിരിച്ചുപിടിച്ചത് ഷാഫി പറമ്പിലായിരുന്നു. കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാകാൻ പലരുടെയും പേരുകൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും തീരുമാനത്തിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമാവില്ല. KPCC ഭാരവാഹികൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും നിലവിലെ MLA എന്ന നിലയിൽ ഷാഫി പറമ്പിലിന്റെ അഭിപ്രായവും പരിഗണനയിൽ എടുത്തേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായെങ്കിലും എത്താമെന്ന് പ്രതീക്ഷിക്കുന്നവരും കോൺഗ്രസിനുള്ളിലുണ്ട്. ജില്ലയിൽ നിന്ന് കർഷകനായ കോൺഗ്രസ് പ്രവർത്തകൻ സ്ഥാനാർത്ഥിയാവണമെന്ന ആവശ്യവുമായി കർഷക കോൺഗ്രസ് ആദ്യമേ തന്നെ ഒരു തീപ്പൊരിയിട്ട് കഴിഞ്ഞു. പാലക്കാട്ടെ കർഷകർക്കു വേണ്ടി നിയമസഭയ്ക്കകത്തും പുറത്തും നിലകൊള്ളുന്നയാളാണ് ഷാഫി പറമ്പിലെന്നും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ജില്ലയിൽ തന്നെയുള്ള കർഷക പ്രതിനിധി മത്സരിക്കണമെന്നും കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ B. ഇക്ബാൽ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മെട്രോമാൻ എന്ന് പ്രശസ്തി നേടിയ ഈ ശ്രീധരനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞ തവണ BJP അപ്രതീക്ഷിതമായി മത്സരം കൂടുതൽ ആവേശകരമാക്കി. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭാ മേഖലയുടെ പിന്തുണയോടെ ശ്രീധരന്റെ വ്യക്തിപ്രഭാവം മുൻനിർത്തി മണ്ഡലം പിടിച്ചെടുക്കാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ചില പഞ്ചായത്തുകളിലെ വോട്ടിന്റെ സഹായത്തോടെയായിരുന്നു ഷാഫി പറമ്പിൽ അതിനെ മറികടന്നത്. 3859 വോട്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം. നേതാക്കളായ AV ഗോപിനാഥന്റെ പിണക്കവും രാമസ്വാമിയുടെ ചുവടുമാറ്റവുമൊക്കെ കോൺഗ്രസ് ക്യാമ്പിന് സൃഷ്ടിച്ച അസ്വസ്ഥതകൾ ചെറുതായിരുന്നില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരസ്യമായി LDF-നെ പിന്തുണച്ച AV ഗോപിനാഥനെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കി ഇത്തവണ കോൺഗ്രസ് വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ആലോചന ഉണ്ടായേക്കാം. പക്ഷേ കാലങ്ങളായി CPM വിരുദ്ധ നിലപാടുള്ള ഗോപിനാഥിനെ പോലെയുള്ള ഒരാളെ അണികൾ എത്രമാത്രം സ്വീകരിക്കും എന്നതും പാർട്ടി നേതൃത്വം ചിന്തിക്കുന്നതാണ്. ഈ ശ്രീധരനെ പോലെ പൊതുസമ്മതനായ ഒരാളെയോ അല്ലെങ്കിൽ പാലക്കാടിന് സുപരിചിതനായവരെയോ NDA പരിഗണിക്കാനാണ് സാധ്യതകൾ കാണുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ പോരാട്ടം നടന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നായിരുന്നു പാലക്കാട്. അവസാന നിമിഷം വരെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ NDA സ്ഥാനാർത്ഥി മെട്രോമാൻ ഈ ശ്രീധരനെ നിലംപരിശാക്കിയായിരുന്നു ഷാഫി 3ാമതും പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് ജയിച്ചു കയറിയത്.
വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ എന്ത് സംഭവിക്കുമെന്നത് പ്രവചനാതീതമാണ്. NDA സ്ഥാനാർത്ഥിയായി BJP സെക്രട്ടറിയായ C കൃഷ്ണകുമാർ മത്സരിക്കാനാണ് സാധ്യത. നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിക്കുന്ന C കൃഷ്ണകുമാർ 2.5 ലക്ഷത്തോളം വോട്ടുകളാണ് നേടിയത്. രണ്ടാം സ്ഥാനത്തുള്ള CPM സ്ഥാനാർത്ഥിയായ A വിജയരാഘവനുമായി വെറും 1 ലക്ഷത്തിന്റെ വോട്ടിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. അതേസമയം എതിർ സ്ഥാനാർത്ഥികൾ ആരായിരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ശക്തമായ ഒരു ത്രികോണ പോരിനാണ് വീണ്ടും കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.